ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പിന്നെ കാറിൽ വെച്ചാണ് നമ്മുടെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇടുക്കി തന്നെയാണുള്ളത്. നമ്മൾ ഇടുക്കിയിലെ വാഗമൺ യാത്രകളും വാഗമണിലെ വിശേഷങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് നന്ദിയുണ്ടേ. അപ്പോൾ ഇന്ന് അടുത്തൊരു ട്രിപ്പ് അല്ലെങ്കിൽ അടുത്തൊരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കിയിൽ തന്നെയാണ്. വാഗമണ്ണ് നേരെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള മൂന്നാറിലേക്കല്ലേ അപ്പോൾ നമ്മൾ പോകുന്നത്? അതെ, യെസ്, നമ്മളിപ്പോൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കട്ടപ്പന വഴി നെടുങ്കണ്ടം റൂട്ട് അങ്ങനെ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വാഗമണിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മൂന്നാറിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് തേയിലത്തോട്ടം, അതേപോലെ തന്നെ ഏലത്തോട്ടം. ഇപ്പം നമ്മൾ പോകുന്ന വഴി കൂടെ ഏലം, കുരുമുളക്, കാപ്പി അങ്ങനത്തെ കൃഷികളൊക്കെയാണ് നമ്മൾ കൂടെ കാണുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് മൂന്നാർ യാത്രയുടെ തുടക്കത്തിൽ പിന്നെ കുറച്ച് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഉമ്മയും ചക്കരയും റമിയും ഒക്കെ ഇത് ഇവിടെ ബേക്കിലുണ്ട്. ഫുഡൊക്കെ കഴിച്ചല്ലോ നമ്മൾ അല്ലേ? ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് എങ്ങനെ മെല്ലെ യാത്ര തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചക്കര വാഗമൺ? വാഗമൺ ഉഷാറാണ് അല്ലേ? ആ, കാപ്പി, ഏലം, കാപ്പി എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പിന്നെ കാപ്പിത്തോട്ടമാണ്. ഇതൊക്കെ കാപ്പിത്തോട്ടമാണ്. ഈ സൈഡിലും കാപ്പിത്തോട്ടമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഏലം, കാപ്പിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇടവിളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതാണ് ഏലം. ഒരു ചെറിയൊരു ചെടി പോലെ, ഒരു കുറ്റിച്ചെടി പോലെ നമ്മൾ കണ്ടില്ലേ? അതാണ് ഏലം കൃഷി. അതാണ് അവിടെ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ഏലം കൃഷിയായിരുന്നു. ഈ കാണുന്നത് മരങ്ങൾ പോലെ കണ്ടില്ലേ? ഈ കാണുന്നതൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ ഈ റൂട്ടും ഫുള്ളായിട്ട് പിന്നെ ഹെയർപിൻ വളവുകളാണ്. നിറച്ച് ഹെയർപിൻ വളവുകളും ചുരം തന്നെയാണ് ഈ റൂട്ടുള്ളത്. ചുരം കയറുന്നു, കുറച്ച് ചുരം ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പോയിട്ടുള്ള ആൾക്കാരൊക്കെ മനസ്സിലാവും. അപ്പോൾ പോകാത്ത ഒരുപാട് ആൾക്കാർ, ഞാൻ വീഡിയോ ഇട്ടോ മനസ്സിലായി, എത്രയോ ആൾക്കാർ പിന്നെ പോയി കാണാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ വഴിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കൊക്കെ നമ്മളെ ഈ വ്ളോഗ് ഉണ്ട് എന്തായാലും കാഴ്ചകളെ കാണാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇതൊക്കെ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഈ താഴെ കാണുന്നത് മുഴുവൻ ഏലം കൃഷിയാണ്. കണ്ടില്ലേ? ഓക്കെ, ഏലമല്ല, സോറി, കാപ്പി കൃഷിയാണ്. കാപ്പിത്തോട്ടമാണ് ഈ കാണുന്നത്. ആ ഒരു സൈഡ് ഏലം തന്നെ അല്ലേ? അപ്പം ആ സൈഡ് ഏലം, അതിന്റെ സെന്ററിൽ കൂടി പിന്നെ കുരുമുളക് കൃഷി ഉണ്ടല്ലേ? ചെടികൾ വേലിക്ക് പകരം പൂക്കൾ പോലത്തെ നമുക്ക് രണ്ട് സൈഡിലും പൂക്കൾ പോലെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏലമാണ് ഈ കാണുന്നതെല്ലാം. അതും ഇതും എല്ലാ ഏലം കൃഷിയാണ്. അതിങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കുന്നല്ലേ? ഒരു പിന്നെ കയറ് വള്ളി എന്തുകൊണ്ട് പിടിച്ച് കെട്ടിയിരിക്കുകയാണ് സാധനം. നോക്ക്, ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. ചക്ക പോകുന്നല്ലേ നമുക്ക്? ഫോട്ടോയൊക്കെ എടുത്തോ. അങ്ങനത്തെ ഇവിടെ ഏലത്തോട്ടം കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ചക്കരെ, ഏലം കൃഷി ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ നീ? വയനാടൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഉമ്മ കണ്ടിട്ടില്ലേ? ഉമ്മ കണ്ടിട്ടില്ല. അപ്പോൾ അതിലാണ് ഏലം കൃഷി കാണുന്നല്ലേ? അപ്പോൾ ഏലം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതാണ് ഏലത്തിൻ്റെ പൂവ്. ഇതിൽ നിന്നാണ് എന്താവുന്നത്? ഏലം കിട്ടുന്നത്. അതാ നോക്കേ, നമ്മളെന്തായാലും പൊട്ടിച്ചൊന്നും കാണിക്കുന്നില്ല. അതാണ് ഇവർ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് കേട്ടോ. അതൊക്കെ ഈ ഒരു വിത്താണ് വളർന്ന് ഏലമായിട്ട് വരുന്നത്. അവിടോട്ടൊക്കെ വെള്ള പൂക്കൾ കാണുന്നതൊക്കെ ഇതിനോട് ചേർന്നുള്ള പൂവാണ് കേട്ടോ. ഈ പൂവ് പിന്നെ വിത്തായി കായ് മാറി ഏലമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കുടിക്കുന്ന ചായയിലും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ ഗ്രാമീണ കിട്ടുന്നത്. ഏലത്തിന് തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട് കേട്ടോ അമ്മ. ഏലത്തിന് ഒരു 4-5 ടൈപ്പ് ഗ്രേഡ് വരും. ഏലക്ക എടുക്കപ്പെടും, കുരുമുളക് എടുക്കപ്പെടും, തേയില വ്യാപാരം, ഇതൊക്കെയാണ് ബോർഡുകൾ. അപ്പം ഇത് മുഴുവൻ ഏലത്തോട്ടങ്ങളാണ്. ഇടുക്കിന്ന് വരാൻ തോന്നുന്നില്ലേ? ഇവിടെ തന്നെ വീട് വെച്ച് താമസമായാലോ ചക്കരെ? എല്ലാവർക്കും കൃഷികളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഏതാ? ആ സൈഡും ഉണ്ട്. അത് മുഴുവൻ ഏലമാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഏലത്തിൻ്റെ കുറച്ചുകൂടി പാകമായതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാം. കണ്ടില്ലേ? ഇതാണ് ശരിക്കും കുറച്ചുകൂടി വിളവായത്. ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി വിളവായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം പൊട്ടിക്കാൻ പാകത്തിനാവും. വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, പകുതിയായില്ലേ? പകുതി വിളവായ സാധനം. ഏതാണമ്മ?
ഇത് കാപ്പി. ഈ കാണുന്നത് കാപ്പി മരം, കാപ്പിയുടെ ചെടിയാണ്. ബാക്കിയൊക്കെ ഏലം. ഓക്കെ, അപ്പം മുമ്പോട്ട് പോവാം നമുക്ക്. നമ്മളിത് മൂന്നാറ് പിന്നെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊടുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ പഴയ പോലെ തന്നെ തേയില കൃഷിയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഏലവും കുരുമുളകും കാപ്പിയൊക്കെ ഇട്ടിട്ട് അല്ലേ തേയില കൃഷിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മരങ്ങളായിട്ട് കാണുന്നത് സിൽവർ റോക്കാണ് അല്ലേ? അപ്പോൾ ഇതിൽ കൂടെ പിന്നെ നോക്ക് ഒക്കെ കുരുമുളകാണ്. കുരുമുളക് ഇങ്ങനെ തടി കാണാൻ പറ്റാത്ത രീതിക്ക് കുരുമുളക് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. നോക്ക്, അടിയിൽ തേയിലയും മുകളിൽ പിന്നെ മുകളിലേക്ക് കുരുമുളകും വളർത്തിയിട്ട്. ഇത് പൂപ്പാറായല്ലേ? പൂപ്പാറായിട്ടുണ്ട്. പോട്ടെ, പൂപ്പാറ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ വലിയ ഹെയർപിന്നാണല്ലേ? അപ്പോൾ ഹെയർപിന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ വന്നിട്ടുണ്ട് പൂപ്പാറ. പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ഉടുമ്പൻചോല അല്ലേ? ശാന്തമ്പാറ, ഉടുമ്പൻചോലയൊക്കെ വാപ്പ വന്നിട്ടുണ്ട്. മൂന്നാർ വാപ്പ വന്നിട്ടുണ്ടല്ലേ മുമ്പ്? മൂന്നാർ വന്നിട്ടില്ല, പ്രോപ്പർ മൂന്നാർ വന്നിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്തൊക്കെ അല്ലാതെ ജോലി ആവശ്യങ്ങളായിട്ടും അല്ലാതെ ഒക്കെ ആയിട്ടും അപ്പം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ആനിറങ്ങൽ ഡാമൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അങ്ങനെ മൂന്നാറിലേക്ക് പോവാം. വാപ്പ എന്താ അപ്പൊ കഴിക്കുന്നത്? ആരോ 1-2 ആൾക്കാരെ പിന്നെ കമന്റ് ഇട്ട് നമ്മളോട് ചോദിച്ചു. മുട്ടായി ആണല്ലേ കഴിക്കുന്നത്? അപ്പൊ ആരോ വാപ്പ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ചാല് പിന്നെ സാധാരണ ഇവിടെ ഉണ്ടാവുന്നതാണ് മുട്ടായി. ഇവിടെ കാണുന്നില്ല. വാപ്പ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം, ഒന്നീ വിക്സിന്റെ മുട്ടായി അല്ലെങ്കിൽ നമ്മുടെ കോഫിയുടെ ഒരു മുട്ടായി ഉണ്ടല്ലോ, കോപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ മുട്ടായിക്ക് തന്നിട്ടാണ് വാപ്പ വണ്ടി ഓടിക്കുന്നത്. വേറെ ഒന്നുമല്ല, പിന്നെ നല്ല ഉന്മേഷമാണ്, ഉറക്കം വരത്തില്ല, ഇങ്ങനെ മധുരം കഴിച്ച് പോകല്ലോ. അപ്പൊ ആരാ ചോദിച്ചു വാപ്പ ഇത് എന്താണ് ഇങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ ചവച്ചും കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ആരാ ചോദിച്ചു? വാപ്പ മുറുക്കാനല്ല, ശീലം മുറുക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ. നേരെ പോട്ടെ, അപ്പൊ നേരെ മുകളിലോട്ട് പോട്ടെ. ഓക്കെ, ഇത് പൂപ്പാറ ടൗൺ ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് റോഡ് നമ്മൾ ഡൈവേർട്ട് തിരിയുന്നു. മൂന്നാറ് വലത്തോട്ട് തേനി എന്ന് കാണിക്കുന്നു. ഇല്ല, ഇത് ഇതുവഴി തന്നെ കാണിക്കുന്നത്. ഈ റോഡ് തന്നെ മൂന്നാർ കാണിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വരാനുള്ള എന്തെങ്കിലും രീതി. ഇതാണ് തേനി മൂന്നാർ ദേശീയപാത. യെസ്, നാഷണൽ ഹൈവേ ആണ് കേട്ടോ ഇത്. ഇതാണ് തേനി മൂന്നാർ ദേശീയപാത. ഇവിടെയൊക്കെ നമുക്ക് മുഴുവൻ സിൽവർ റോക്ക്. തേയില കൃഷിയൊക്കെ ഇതൊക്കെ കരിഞ്ഞു പോയിക്കുന്നല്ലോ. വെട്ടിവിട്ടിരിക്കുന്നല്ലേ? ഇതാണ് തേനി മൂന്നാർ നാഷണൽ ഹൈവേ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ചായ കുടിയാണ്. അപ്പൊ ഇനി സമയം 4:30 മണിയായിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ പിന്നെ വാപ്പാക്ക് ചായ മസ്റ്റാണ്. വാപ്പാക്ക് ചായ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. വൈബുള്ള സ്ഥലത്ത് കുറച്ച് മഞ്ഞും കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ചെറിയ അരുവികളും തേയിലത്തോട്ടൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചായ കുടിക്കാം അല്ലേ? അപ്പോഴേ നമ്മൾ ഹെയർ പിന്നുകൾ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഹെയർ പിന്ന് തുടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 1-2 സ്ഥലത്ത് നമ്മൾ ബോർഡ് കണ്ടു. ബോർഡ് വേറൊന്നുമില്ല, ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പോകുന്ന വഴി ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ ദയവേത് ആനയുടെ യാത്ര വഴി തടസ്സപ്പെടുത്താതിരിക്കുക, നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, ആന പോകാൻ വെയിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ എന്താ വെച്ചെങ്കിൽ ആനയെ കാണുമ്പോഴേ എന്ത് ചെയ്യും, ഹോൺ അടിച്ചും നമ്മൾ ലൈറ്റ് അടിച്ചിട്ടൊക്കെ കാണിക്കും. അതാണല്ലേ പശുക്കൂട്ടങ്ങൾ പോണതൊക്കെ. സ്ഥലത്തിന്റെ പേര് ആനയിറങ്ങൽ തന്നെയാണ്. ഇവിടെയൊക്കെ പശുക്കൂട്ടങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മളതായ വഴിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആന അതിൻ്റെതായ വഴിക്ക് പോയതിനു ശേഷം മാത്രം പോകുമെന്നാണ് പറഞ്ഞത്. യെസ്, അങ്ങനെ താഴ്വാരങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. കോടമഞ്ഞ് നോക്കേ, അടിപൊളി. യെസ്, നോക്കി ആ വളവ് തിരിഞ്ഞു വന്നപ്പോൾ തേയിലത്തോട്ടവും പിന്നെ മേഘക്കിട്ട് പാറി പറക്കും പോലെയൊക്കെ കോടമഞ്ഞ് പറന്നു ഒഴുകി പോകുന്നു. അടിപൊളി. ആനയിറങ്ങൽ ഡാം. അപ്പൊ ഇവിടെയാണ് കേട്ടോ ആനയിറങ്ങൽ ഡാം ബോർഡ് കണ്ടില്ലേ? ഇതുവഴിയാണ് ആനയിറങ്ങൽ ഡാമിൽ പോകുന്നത് തോന്നുന്നപ്പോൾ. ഓക്കെ, താഴ്വാരങ്ങള്, മലമുകൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള പിന്നെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ബസ് വരുന്നതൊക്കെ
തേനി അല്ലേ? ആണല്ലേ? തമിഴ്നാട് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുവഴി. അടിപൊളി അടിപൊളി. മൂന്നാർ തേനി. എവിടം വരെ കാണാമെന്നറിയോ? ആ ബസ് പോകുന്ന പോലെ നമ്മൾ തിരിച്ചു പോണം. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാർ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ചായ പറഞ്ഞോ അപ്പാ, നമുക്കൊരു ചായ കുടിക്കാം. എല്ലാവർക്കും ചായ കുടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മലഞ്ചെരുവുകൾ, ഇനി കട്ടൻ ചായ മതി. അതേപോലെ തന്നെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ, താഴെക്കൂടി എന്തോ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകി പോകുന്ന ഒരു ഇത് കാണുന്നു, നീർച്ചാലുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലോട്ടൊക്കെ നോക്കേ മഞ്ഞ്. ചിലപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ആ ഭാഗത്ത് കോടിറങ്ങി നോക്ക്. തണുപ്പുണ്ടല്ലേ? തണുപ്പാണ്. കാരണം നമ്മൾ വന്നേക്കുന്ന വെച്ചാൽ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലാണ്. സമുദ്രനിരപ്പിൽ തന്നെ ഏകദേശം 3500-4000 അടിയൊക്കെ ഉയരത്തിലാവും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ മിക്കവാറും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിനുള്ള തണുപ്പ്, ടെമ്പറേച്ചർ ഇഷ്യൂ, പിന്നെ അതേപോലെ തന്നെ ആ ഒരു മർദ്ദത്തിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ നമുക്ക് ചെവിയൊക്കെ അടക്കുന്നില്ലേ ചുരം കയറുമ്പോൾ ഇറങ്ങുമ്പോഴേക്കും അതൊക്കെ നമുക്ക് മർദ്ദത്തിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നതുകൊണ്ടാണ്, ഒരു പ്രഷർ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാപ്പ അവിടെ ചായ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമുക്ക് തണുപ്പത്ത് ഓരോ ചായയൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ പോകാം. ഇവിടെ അതേ കോടമഞ്ഞിൽ തണുത്ത് വിറച്ച് രണ്ടാൾ നിൽക്കുന്നുണ്ട്. എന്താ തിരിച്ചു പോകണോ? വീട്ടിൽ പോകണോ? ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ? ഇവിടെ നിന്നേ എന്നാലേ പിന്നെ തിരുവനന്തപുരം ബസ്സുണ്ട്, അതിൽ കയറി രണ്ടുപേരോട് അങ്ങ് പൊയ്ക്കോളി. നമ്മൾ മൂന്നാളിതാ കണ്ടിട്ട് മെല്ലെ വരാം. അപ്പോൾ പുക പറക്കുന്നത് പോലെ കാറ്റിനനുസരിച്ച് പറന്ന് നീങ്ങണത്. ചായ കുടിക്കണ്ടേ? ചായ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചകരെ കാറിലോ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്നോ, കാറ്റത്ത് പാറി പോകണ്ട അങ്ങോട്ട് താഴേക്ക്. ഇവിടെ നിന്ന് പോയാലേ ദേ അവിടെ പോയാലേ നിൽക്കത്തുള്ളൂ. ഓക്കെ. താഴ്വാരം, കുന്നിൻ ചെരുവുകളും താഴ്വാരം. ചോളം നമ്മുടെ ഭാഗത്തോട്ടൊന്നുമില്ല. ചക്കരയുടെയൊക്കെ നാട്ടിൽ സാധനം പൊതുവെ കാണലുണ്ട് ചോളം. വലിയ മാങ്ങ ഒക്കെ മൽഗോ മാങ്ങയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നല്ല ചൂട് കട്ടനൊക്കെ വാങ്ങിയിട്ട് പിന്നെ മഞ്ഞും മലയൊക്കെ കണ്ട് ചായ കുടിക്കുകയാണ്. ശരിക്കും ഇതൊരു ചൂടുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് നമ്മൾ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലേ കൈ എത്രത്തോളം തണുത്തിട്ടാണ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട് ചായ. അപ്പോൾ ചായ കുടിച്ച് ഇനി കുറച്ച് ഇവിടുത്തെ വൈബുകളൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ നമ്മളത് ചായയൊക്കെ കുടിച്ച് അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് തുടരവേ നല്ല അടിപൊളി കോടമഞ്ഞിറങ്ങിയിട്ടുണ്ട്. സൂപ്പർ. എങ്ങനെയുണ്ട്? ചക്കരതയുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാത്ത രീതിക്കുള്ള കോടമഞ്ഞല്ലേ. കണ്ടില്ലേ? ഇതാണ് ശരിക്കുള്ള കോടമഞ്ഞ് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടതൊന്നുമില്ല, ഇതാണ് ശരിക്കുള്ളത്. കാരണം ഒരു മേഘക്കെട്ട് തന്നെ നോക്കെ അതേപോലെ തന്നെ നേരെ താഴേക്ക് പറന്നു പോയത് കണ്ട. മേഘത്തിൽ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുകളിലോട്ട് തേയിലല്ലേ? ഏതാണ്? സൂപ്പർ സൂപ്പർ അടിപൊളി. അപ്പൊ അത് കണ്ടില്ലേ? മുന്നോട്ട് പോവാം. ഇവിടുത്തെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരു സീനറി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെ ഇവിടെ സ്വീറ്റ് കോൺ വാങ്ങി കഴിക്കുകയാണ്. പുഴുങ്ങിയ സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് കഴിക്കുകയാണ്. കൊള്ളാമോ? രസമുണ്ടോ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് നടക്കാം. അപ്പോൾ വാപ്പത ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് പെരിയ കനാല് വാട്ടർഫാൾ, പെരിയ കനാല് വെള്ളച്ചാട്ടം. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പിന്നെ പതഞ്ഞൊഴുകുന്നൊരു കാഴ്ച.
അപ്പോൾ ഇവിടെ നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ട്. മാങ്ങ ഉപ്പിലിട്ടതല്ല, അല്ലാത്ത മാങ്ങ. എടേ അതിനകത്ത് ഇത് പൊടിയിട്ട് തരും ചക്കരെ, പൊടിയിട്ട് തരും. അമ്മ അതവിടെ ചോളം കഴിക്കുന്നുണ്ട്. ചക്കര അവിടെ മാങ്ങ അടിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ പൊടിയിടാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. യെസ്, കടിച്ചോ? ആ മുടിയൊന്നും ആയിരിക്കും, 2 കയ്യിലും മാങ്ങല്ലേ. ഓക്കെ, മധുരം ഉണ്ടല്ലേ ഫോണും. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നൊരു കാഴ്ചയില്ലേ, ഇതാണ് ശരിക്കും മൂന്നാറിന്ന് പിന്നെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന കാഴ്ച. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ ഇറങ്ങിയത് കേട്ടോ. കാരണം ഈ ഒരു തേയിലത്തോട്ടം, ഈ ഒരു പിന്നെ മുട്ടക്കുന്നൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തിനായി തേയിലത്തോട്ടം തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു തോട്ടത്തിന് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. അതുകൊണ്ട് മാത്രം കാണിക്കുന്നതാണ്. അത് നോക്കേ, അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇവിടെ നോക്ക്, ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ. ഹലോ, സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടതിൻ്റെ ഇടയ്ക്ക് പിന്നെ എവിടെ നിന്നോ നിജാസ് ചക്കര എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളോടൊപ്പം നിന്ന് ഏതായാലും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഏതായാലും നമ്മളെ കണ്ട് നമ്മളോട് മിണ്ടി പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അൽഹംദുലില്ലാ സന്തോഷം. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതേപോലെ പ്രതീക്ഷിക്കാത്തൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കാണാം, അല്ലേ ചക്കരെ? അതെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നേരം കുറച്ചുകൂടി ഇരട്ടി. പക്ഷേ മഞ്ഞിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല, മഞ്ഞ് അങ്ങനെ തന്നെ ഉണ്ട് ഇവിടേക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ പോവാം അല്ലേ, കയറിക്കോളേ. അങ്ങനെ ഗൈസ്, നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. പ്രോപ്പർ മൂന്നാർ ടൗണിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിവിടെ റിസോർട്ടിൽ റൂമൊക്കെ എടുത്ത് നമ്മൾ ഇന്ന് ഇവിടെയാവും സ്റ്റേ. അപ്പോൾ ഇനി നാളെ അങ്ങോട്ട് ബാക്കി മൂന്നാർ കറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ക്ഷീണമുണ്ട്, ഇനി ഇന്ന് കിടക്കാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ, പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.